ഹായ് ഫ്രണ്ട്സ്, ന്യൂ മീനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സർവനാമം, അതായത് എല്ലാത്തിൻ്റെയും പൊതുവായിട്ടുള്ള നാമങ്ങളെ, പൊതുവായിട്ട് പറയുന്ന പേരുകളെ എല്ലാത്തിൻ്റെയും നാമമായിട്ടുള്ളതിനെ സർവനാമം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാത്തതിനെ തനിനാമം എന്നും പറയുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവനാമങ്ങളിലും അതേപോലെ തന്നെ തനിനാമങ്ങളിലും ലിംഗപ്രത്യയം ചേർക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളെ പറ്റിയാണ്. ലിംഗത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് സ്ത്രീ, പുരുഷൻ, നപുംസകം എന്നിങ്ങനെ ലിംഗങ്ങളെ സൂചിപ്പിക്കാൻ പ്രത്യേകതരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പ്രത്യയങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്യാകരണ സംബന്ധമായിട്ടുള്ള വീഡിയോകളെല്ലാം മലയാള വ്യാകരണം എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ആ വീഡിയോകൾ ആദ്യം മുതൽ കണ്ടു വന്നാൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സർവനാമത്തിലും അതേപോലെ തന്നെ സർവനാമമല്ലാത്ത തനിനാമത്തിലും ലിംഗപ്രത്യയം ചേർക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് വ്യക്തമായി തന്നെ പഠിക്കാം. ലിംഗപ്രത്യയങ്ങളെ പറ്റി പറയുമ്പോൾ സർവനാമങ്ങളാണെങ്കിൽ പുല്ലിംഗത്തിന്, അതായത് പുരുഷനെ സൂചിപ്പിക്കുന്ന ലിംഗം, അതാണ് പുല്ലിംഗം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇത്തരം ലിംഗത്തിൽ അൻ എന്നുള്ള പ്രത്യയമാണ് ചേർക്കുന്നത്. പുല്ലിംഗമാണെങ്കിൽ, അത് സർവനാമമാണെങ്കിൽ, എല്ലാത്തിൻ്റെയും നാമമായിട്ടുള്ള സർവനാമം, പൊതുവായിട്ടുള്ള സർവനാമമാണെങ്കിൽ അതിന് പുല്ലിംഗത്തിന് അൻ എന്ന പ്രത്യയമാണ് ചേർക്കുന്നത്. ഇനി സ്ത്രീയെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സ്ത്രീലിംഗത്തെ പറ്റിയുള്ള വാക്കുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന് അൾ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്. അപ്പോൾ സർവനാമത്തിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് അൾ എന്നും, ഇനി ഇതിൽ രണ്ടും പെടാതെ നിൽക്കുന്ന അലിംഗമായിട്ടുള്ള, അതായത് ലിംഗത്തിലൊന്നും ഉൾപ്പെടാത്ത ഒരു വിഭാഗമാണ് നപുംസകം എന്ന് പറയുന്നത്. അപ്പോൾ നപുംസകത്തിൽ പെടുന്ന, അതായത് ലിംഗത്തെ സൂചിപ്പിക്കാനായിട്ട് സ്ത്രീ, പുരുഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ലിംഗത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാത്ത മറ്റുള്ള പദങ്ങളെയാണ് നമ്മൾ നപുംസകം എന്ന പേരിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നപുംസകത്തിന് ത് എന്നും പ്രത്യയങ്ങൾ പറയും എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള ഉദാഹരണങ്ങൾ കൂടി പറയുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഇപ്പോൾ സൂചിപ്പിച്ച പുല്ലിംഗം, സ്ത്രീലിംഗം, അതേപോലെ തന്നെ നപുംസകം എന്നിങ്ങനെയുള്ള മൂന്നെണ്ണത്തിനും പ്രത്യേകമായി ചേർക്കുന്ന ലിംഗപ്രത്യയങ്ങളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സർവനാമങ്ങളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അതായത് എല്ലാത്തിനെയും സൂചിപ്പിക്കാൻ പൊതുവായി സൂചിപ്പിക്കുന്ന നാമങ്ങളെയാണ്, അല്ലെങ്കിൽ പദങ്ങളെയാണ് സർവനാമം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അവൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എല്ലാത്തിൻ്റെയും പൊതുവായിട്ട് നമ്മൾ അവൻ എന്ന് പറയുന്നതിൽ അതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെ, അതായത് അവൻ എന്നതിലൂടെ അർത്ഥമാക്കുമ്പോൾ ഇവിടെ പുല്ലിംഗമാണ്, അതായത് പുല്ലിംഗത്തിൽപ്പെട്ട പുരുഷന്മാരെ പൊതുവായി സൂചിപ്പിക്കാൻ നമ്മൾ അവൻ എന്ന് ഉപയോഗിക്കുന്നു. പൊതുവായിട്ട് അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രയോഗിക്കുന്നതുകൊണ്ട്, അതായത് ഒരു വിഭാഗത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന പദമാണ് അവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്നുള്ളത് സർവനാമത്തിൽപ്പെടുന്ന ഒരു വാക്കാണ്. ഇവിടെ പുല്ലിംഗമാണ്, അതായത് പുരുഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അവൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് പുല്ലിംഗത്തിൻ്റെ നമുക്ക് ഉദാഹരണമായിട്ട്. സർവനാമങ്ങളിൽ പുല്ലിംഗത്തിന് ചേർക്കുന്ന പ്രത്യയം അൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അവൻ എന്നുള്ളത് പ്രത്യയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സർവനാമമായിട്ടുള്ള അവൾ എന്ന് പറയുന്നതിൻ്റെ പ്രത്യയമായിട്ട് അൾ ചേർക്കുന്നു എന്നും, അതേപോലെ തന്നെ രണ്ടിനെയും സൂചിപ്പിക്കാത്ത, രണ്ട് ലിംഗത്തിലും പെടാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന നപുംസകം, അതായത് ഇത് സ്ത്രീ പുരുഷ വ്യത്യാസത്തെ കാണിക്കാതെ എല്ലാത്തിനെയും പൊതുവായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നപുംസകത്തിൽപ്പെട്ട, അതായത് ലിംഗത്തെ പറ്റി പറയാത്ത, ലിംഗവുമായി ബന്ധമില്ലാത്ത വാക്കുകളെ നപുംസകമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നപുംസകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത് ത് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അത്, ഇത് എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് നമ്മൾ നപുംസകത്തിൻ്റെ പ്രത്യേകമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ സർവനാമത്തിൻ്റെ കാര്യം വിശദമായി തന്നെ പറഞ്ഞു. സർവനാമത്തിന് ഉപയോഗിക്കുന്ന പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകം എന്നിവയിൽ വ്യത്യസ്തമായി ചേർക്കുന്ന പ്രത്യയങ്ങളെ പറ്റിയും നമ്മൾ വിശദമായി തന്നെ
പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത വിഭാഗമാണ്. സർവ്വനാമത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി സർവ്വനാമത്തിൽ പെടാത്ത തനിനാമം. അപ്പോൾ സർവ്വനാമമല്ലാത്ത നാമത്തിൽ അതിനാണ് ഇവരിവിടെ തനിനാമം എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള നാമത്തിൽ പുല്ലിംഗത്തിന് അൻ എന്നും സ്ത്രീലിംഗത്തിന് ഈ എന്നും നപുംസകത്തിന് അം എന്നുമാണ് പ്രത്യയം യഥാക്രമം ചേർക്കുന്നത്. ഇവിടെ നമുക്ക് ഉദാഹരണ സഹിതം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സർവ്വനാമം അല്ലാതെയുള്ള തനിനാമങ്ങളിൽ നമ്മൾ ചേർക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത് അൻ, അതേപോലെ ഈ, അതേപോലെ അം എന്നിവയാണ്. ഇതിന് ഉദാഹരണമാണ് പുംലിംഗത്തിൽ നമ്മൾ അൻ എന്നത് ചേർത്തുകൊണ്ട് കേമൻ എന്നാക്കി ആ വാക്കിനെ മാറ്റുന്നു. അപ്പോൾ ഇതിനെ പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന ആ ഒരു തരത്തിലുള്ള വാക്കായതുകൊണ്ട് തന്നെ അതിനെ കേമൻ, അൻ എന്നുള്ള പ്രത്യയം അവിടെ ചേർക്കുന്നു. ഇനി ഇത് സ്ത്രീലിംഗമാണെങ്കിൽ, സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ കേമൻ എന്നത് മാറ്റിയിട്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീലിംഗത്തിന് തനിനാമത്തിൽ ഈ എന്ന പ്രത്യയം വരും. അപ്പോൾ ഇവിടെ കേമി എന്നായിട്ട് ആ വാക്ക് മാറുന്നു എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നപുംസകം, രണ്ട് ലിംഗത്തിലും ഉൾപ്പെടാത്ത അലിംഗമായിട്ടുള്ള നപുംസകത്തിന് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അം എന്ന പ്രത്യയമാണ്. അപ്പോൾ അം എന്നായതുകൊണ്ട് തന്നെ കേമൻ, കേമി എന്നുള്ളത് രണ്ടു ലിംഗത്തെയും സൂചിപ്പിക്കാത്ത നപുംസകത്തിലേക്ക് വരുമ്പോൾ കേമം എന്നായിട്ട് അം എന്നുള്ള പ്രത്യയം കൂടി ചേർത്തുകൊണ്ട് കേമം എന്നായിട്ട് മാറുന്നു എന്ന് ഇവിടെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങളെ ഒന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അനിയം, അൻ, ഈ, അം എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ സർവ്വനാമമല്ലാത്ത തനിനാമത്തിൽ പ്രയോഗിക്കുന്നതിനെ പറ്റിയാണ് ആദ്യം നമ്മൾ സൂചിപ്പിച്ചത്. പുംലിംഗമാണെങ്കിൽ നമ്മൾ തനിനാമങ്ങളിൽ അൻ എന്നുള്ളത് ഉപയോഗിക്കുന്നു. സ്ത്രീലിംഗമാണെങ്കിൽ തനിനാമത്തിൽ അത് നമ്മൾ നേരത്തെ അൻ എന്ന് പ്രയോഗിച്ചത് ഈ എന്നാക്കി മാറ്റുകയാണ്. അങ്ങനെ ഈ എന്നാണ് പ്രയോഗിക്കുന്നത്. പിന്നീട് ഇത് രണ്ടിലും പെടാത്ത നപുംസകമാണെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ അം എന്നുള്ള പ്രത്യയം തനിനാമങ്ങളിൽ ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മൾ സർവ്വനാമങ്ങളെപ്പറ്റി പറയുമ്പോൾ സർവ്വനാമമാണെങ്കിൽ പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത് അൻ എന്നുള്ളത് ആണ്. അതേപോലെ സ്ത്രീലിംഗത്തിനാണെങ്കിൽ അൾ എന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് രണ്ടിലും ഉൾപ്പെടാത്ത രീതിയിൽ മാറി നിൽക്കുന്ന നപുംസകത്തിനെ സൂചിപ്പിക്കാൻ സർവ്വനാമങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യയം ത് എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ ഉദാഹരണവും പരിചയപ്പെടുകയുണ്ടായി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ലിംഗപ്രത്യയങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന പ്രത്യേകതരം പ്രത്യയങ്ങൾ പ്രത്യേകതരം ലിംഗത്തിനനുസരിച്ച് സർവ്വനാമത്തിനും അതല്ലാത്ത തനിനാമത്തിനുമനുസരിച്ച് പ്രയോഗിക്കുന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താങ്ക് യു.